അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ അളക്കുന്നൊരു പാത്രമുണ്ട്. ആ ഒരു പാത്രത്തിന് ഒരു പാത്രം കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിനാവശ്യത്തിന് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് നേരെ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ അവിടെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ കുഴയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നീളത്തിലുള്ള ഒരു രൂപത്തിലോട്ട് അതിനെ മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കട്ട് ചെയ്യുക. ഏകദേശം ഒരു ഫിംഗറിൻ്റെ അല്ലെങ്കിൽ ഹാഫ് ഫിംഗർ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു സിലിണ്ടർ ഷേപ്പ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എൻ്റെ സിലിണ്ടർ ഷേപ്പ് ഒന്നും ആയിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ നമുക്കുള്ള മാവെല്ലാം ഇതുപോലെ ആക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നല്ല പോലെ വെട്ടി തിളക്കണേ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫിംഗേഴ്സിനെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വരും. അത് തിളച്ച് കുക്കാകുന്ന സമയത്ത് അത് പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് മാറ്റിയിട്ട് നേരെ നല്ല തണുപ്പുള്ള വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം. ഞാൻ കുറച്ച് ടൈം ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു. ആ ഒരു തണുപ്പിലുള്ള വെള്ളത്തിലോട്ട് ഇതിനൊന്ന് ഇട്ട് വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് അത് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഒക്കെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ട്രിപ്പോളം ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹൈ ഫ്ലെയിമിലായത് കാരണം ഒന്ന് പതിഞ്ഞു പൊങ്ങി മുകളിലോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു സൈഡിൽ പാൻ ചൂടാക്കാൻ വെച്ചിരുന്ന് എന്നിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് വഴറ്റിയാൽ പോരെ, നല്ല പോലെ ഗോൾഡൻ കളർ തന്നെ ആവണം. കാരണം അതിന് ആ പച്ച ചുവ നല്ല പോലെ തന്നെ പോകണം. ആ സമയത്താണ് ഞാൻ എൻ്റെ കയ്യിലൊരു മാഗി പാക്കറ്റിൻ്റെ മസാല കണ്ടത്. അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കാം, ഒരു സോസ് ഉണ്ടാക്കാം എന്ന് ഞാൻ കരുതി. അപ്പോൾ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് ഈ ഒരു ഓയിലിലോട്ട് ഈ ഒരു മിക്സിലോട്ട് ഗാർലിക്കിൻ്റെയും ഗ്രീൻ ചില്ലിയുടെയൊക്കെ ഇതിലോട്ട് മാഗി മസാല ഇട്ടു. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പും അത്യാവശ്യത്തിലേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫ്ലേവറിനായി കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലേശം മുളക് പൊടി ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് നമുക്ക് ഈ ഒരു ഫിംഗേഴ്സിലോട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഗ്രേവി തിക്നെസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീണ്ടും വെള്ളം വറ്റി വന്നപ്പോൾ സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയതിന് ശേഷമാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫിംഗേഴ്സിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫിംഗേഴ്സ് അതിലോട്ടിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം. എൻ്റെ കളർ കുറച്ച് കുറവാണ്, കാരണം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് എരിവ് വല്ലാണ്ടൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണെന്നാണ് ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയന് അതുപോലെ തന്നെ വെള്ള കളറിലെ എള്ള് അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എസ്പെഷ്യലി നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എരിവ് കുറവാണ്, സോസിൻ്റെ ഫ്ലേവർ അതൊക്കെ മുമ്പോട്ട് നിന്ന് കുട്ടികൾക്കൊക്കെ നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ.